പ്രിയമുള്ളവരെ, ഏവർക്കും ആനന്ദൻസ് ഡയറിയിലേക്ക് ഹാർദമായ സ്വാഗതം. 2025 വിഷു ആഘോഷം ഊട്ടിയിലാകാമെന്ന് കരുതി ഒരു 3 ദിവസത്തെ ഊട്ടി റോഡ് ട്രിപ്പ് ഞങ്ങൾ പ്ലാനിട്ടു. സാധാരണ മിക്കവരും, പ്രത്യേകിച്ച് മധ്യ തെക്കൻ കേരളത്തിൽ നിന്നും ഊട്ടിക്ക് പോകുന്നത് കോയമ്പത്തൂർ മേട്ടുപ്പാളയം വഴിയാണ്. അത്തരത്തിൽ ഞങ്ങളും, അതായത് ഞാനും മീനയും മരുമകൾ ഐശ്വര്യയും കൂടി പ്ലാനിട്ടി. മേട്ടുപ്പാളയത്ത് നിന്നും ടോയ് ട്രെയിനിൽ പോകുന്നതിന് ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്യുകയും ചെയ്തു. എന്നാൽ അത് വെയിറ്റിംഗ് ലിസ്റ്റിൽ തന്നെ അങ്ങനെ കിടന്നു. ആയതിനാൽ അത് ക്യാൻസൽ ചെയ്ത് ഞങ്ങൾ നിലമ്പൂർ, വഴിക്കടവ്, ഗൂഡല്ലൂർ വഴി കാറിൽ പോകാമെന്ന് കരുതി ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്നും വെളുപ്പിന് 5 മണിക്ക് യാത്ര തിരിച്ചു. വൈകുന്നേരം 5 മണിയോടുകൂടി ഗൂഡല്ലൂരിലെത്തി അവിടെ ഹോളിഡേ ഇൻ എന്ന ഹോട്ടലിൽ താമസിച്ചു. അഥവാ ഉദകമണ്ഡലം തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു മലയോര പട്ടണവും നഗരസഭയും ആണ്. നീലഗിരി ജില്ലയുടെ ആസ്ഥാനവും ഇത് തന്നെയാണ്. തമിഴ്നാട്ടിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികളെ ഏറ്റവും ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻസ് എന്നാണ് ഊട്ടി അറിയപ്പെടുന്നത്. ഉദകമണ്ഡലം എന്നാണ് ഔദ്യോഗിക നാമം. ഊട്ടക്കമണ്ട് എന്നാണ് ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത്. അതിൻ്റെ ചുരുക്കമാണ് ഊട്ടി. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്ത് മദ്രാസ് പ്രസിഡൻസിയുടെ വേനൽക്കാല ആസ്ഥാന കേന്ദ്രമായിട്ടാണ് ഇതിനെ വികസിപ്പിച്ചു കൊണ്ടുവന്നത്. ലോക പൈതൃക സ്മാരകത്തിലൊന്നായി ഇടം പിടിച്ചിട്ടുണ്ട്. തൊട ഭാഷയിൽ മലകളിലെ വീട് എന്നർത്ഥമുള്ള ഒത്തക്കൽ മുണ്ട് എന്ന വാക്കിൽ നിന്നാണ് ഉദകമണ്ഡലം എന്ന പേര് ഉണ്ടായത്. പാട്ക് മുണ്ട് എന്ന വാക്കിൽ നിന്നാണ് ഇത് ഉണ്ടായതെന്നും പറയപ്പെടുന്നുണ്ട്. ഊട്ടി ഉൾപ്പെടുന്ന നീലഗിരി മലകൾ ഏകദേശം 35 മൈൽ നീളവും 20 മൈൽ വീതിയും ഏകദേശം 6550 അടി ശരാശരി ഉയരവുമുള്ള പീഠഭൂമിയാണ്. ഇത് പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയ്ക്കാണ് സ്ഥിതി ചെയ്യുന്നത്. നീലഗിരി മലകളുടെ അടിവാരം തെക്കുഭാഗം ഭവാനി നദിയാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. വടക്കുഭാഗം മൊയാർ നദിയാണ്. ഇത് വെന്നായൻ കോട്ടയ്ക്കടുത്തായി ഭവാനി നദിയിൽ ചേരുന്നു. ഒരു ഭാഗത്തായി ഭവാനി സാഗർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുകയാണ്. പടിഞ്ഞാറ് ഭാഗത്ത് വയനാടാണ്. കിഴക്കു ഭാഗത്ത് പൈക്കര. ഊട്ടിയിൽ സന്ദർശിക്കുന്നതിനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഏപ്രിൽ മാസം മുതൽ ജൂൺ മാസം വരെയും ഒക്ടോബർ മാസം മുതൽ ജാനുവരി മാസം വരെയുമാണ്. അപ്പോൾ ഈ ഗൂഡല്ലൂരിൽ നിന്നും ഊട്ടിയിലേക്ക് പോകുന്ന വഴി നിരവധി കാഴ്ചകളുണ്ട്. പലപ്പോഴും പലരും അത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഗൂഡല്ലൂരിൽ നിന്നും ഒരു 7.5 കിലോമീറ്റർ ഊട്ടി സ്ഥലത്തേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്നത് ഫ്രോഗ് ഹില്ലാണ്. അതിനുശേഷം നീഡിൽ റോക്ക് വ്യൂ പോയിൻ്റ്, അതേപോലെ തന്നെ മുക്തി നാഷണൽ പാർക്ക്, ഗ്ലെൻ മോർഗൻ, പൈക്കാര വാട്ടർഫാൾസ് ആൻഡ് ഡാം, അതുപോലെ വെൻലോക്ക് ഡൗൺ, 9th മൈൽ ഷൂട്ടിംഗ് പോയിൻ്റ് മുതലായവയെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. തൃശ്ശൂരിൽ നിന്നും ഗൂഡല്ലൂരിലേക്ക് പോകുന്ന വഴി വടക്കാഞ്ചേരിയിലൂടെ കടന്നു പോയപ്പോഴാണ് ശ്രീ വ്യാസ NSS കോളേജ് എന്ന സ്ഥാപനം ഞങ്ങളുടെ ദൃഷ്ടിയിൽപ്പെട്ടത്. ശാന്തസുന്ദരമായ ഒരു ഗ്രാമത്തിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു കലാശാല. ഞങ്ങൾ അവിടെ ഇറങ്ങി ഏതാനും ദൃശ്യങ്ങൾ പകർത്തിയതിന് ശേഷം ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ചെയ്തത്. വളരെ സന്തോഷം തോന്നി.